ഇന്ന് വായിൽ അലിഞ്ഞു പോണ പോലെ കാരമൽ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പുഡിംഗ് ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ ഒന്ന് ബട്ടർ തേച്ച് വെച്ചു. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആക്കണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല പതഞ്ഞ് വരണം. അതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗമൊന്നും വെട്ടി കളയണില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കൈകൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒരു 2 ഗ്ലാസ് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു വലിയ കപ്പുണ്ട്. 2 ഗ്ലാസ് പാല്, ഒരു 1/2 കപ്പ് പഞ്ചസാര, നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കണ മുട്ട ചേർത്ത് കൊടുക്കാം. ഈ ചൂട് പാലിലേക്ക് തന്നെ വേണം കേട്ടോ ഈ മുട്ട ഒഴിച്ച് കൊടുക്കാനായിട്ട്. മുട്ടയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിൽ എക്സ്ട്രാ പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിരിക്കും. ഒരുപാട് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ട കറക്റ്റാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റീൽ സ്റ്റാൻഡ് വെക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇത് വേവിക്കാൻ വെക്കാനായിട്ട്. എന്നിട്ട് ഒരു മൂടി വെച്ച് മൂടി വയ്ക്കുക. അതല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്താലും മതി. എന്നിട്ട് പാത്രം വീണ്ടും ഒന്നും കൂടി മൂടിയിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കാം. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുഡിംഗ് വേഗം തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു വയറാക്കുമലേക്ക് വയ്ക്കാം. ഒരു നെറ്റ് വെച്ച് മൂടി വയ്ക്കാം. ഒന്നും ഈച്ച പ്രാണികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വെറുതെ തട്ടി കൊടുത്താൽ മതി. പുഡിംഗ് റെഡിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോവും. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.